ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടുത്തെ വേനലിൻ്റെ തുടക്കത്തിൽ ഞങ്ങൾ പോയ ഒരു യാത്രയാണ് കേട്ടോ ഷീസ് റെസ്റ്റ് ഏരിയ. വീഡിയോ ഇടാൻ കുറച്ച് വൈകിയെന്ന് മാത്രം. ഷീസ് റെസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ എനിക്കൊരു മുൻധാരണ ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം മാറി മറിഞ്ഞത് ഇവിടെ വന്നെത്തിയപ്പോഴാണ്. വലിയൊരു സംഭവമൊന്നും അല്ലെങ്കിലും നമ്മൾക്കൊക്കെ ഇഷ്ടപ്പെടാവുന്ന ഒരു കൊച്ചു സ്ഥലം. ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ ചുമ്മാ എവിടേക്കെങ്കിലും ഒന്ന് പോയാലോ എന്നുള്ള ഒരു ചോദ്യത്തിന് ചെറിയൊരു ഉത്തരമാണ് ഈ ഒരു സ്ഥലം. ഖോർഫഖാനിലേക്കുള്ള വഴിയിലാണ് ഈ ഒരു പുതിയ സ്പോട്ട് വന്നിരിക്കുന്നത്. ഹസർ മൗണ്ടെയ്ൻസിൻ്റെ വ്യൂ എല്ലാം ആസ്വദിച്ച് അതുവഴി പോകുന്നവർക്ക് നിർത്തിയിട്ട് റിലാക്സ് ചെയ്യാനും ചില്ല് ചെയ്യാനും പറ്റിയ നല്ലൊരു സ്പോട്ട്. ഗ്രോസറി ഷോപ്സ്, റെസ്റ്റോറൻറ്റ്സ് തുടങ്ങി 58ഓളം ഷോപ്സ് ഇവിടെയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഷീസ് പാർക്കിൽ വരുന്നവർക്ക് അതിനോടനുബന്ധിച്ച് കയറാൻ പറ്റിയ ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ കൂടി ഇതിന് പറയാം. വഴിയരികിലെ വ്യത്യസ്തമായ ഫുഡും താരതമ്യേന നമുക്ക് കാണാൻ കിട്ടാത്ത പലതരത്തിലുള്ള ഫ്രൂട്ട്സുകളും ഒരുപാട് സാധനങ്ങളൊക്കെ ആയിട്ട് ഒരു കുഞ്ഞു ഓപ്പൺ മാർക്കറ്റ്. ഫുഡിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾക്കൊരു വീക്ക്നെസ് ആണല്ലോ. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ ഒരുപാട് ഇഷ്ടമായി. വേനലിൻ്റെ തുടക്കമായിരുന്നു, എന്നിട്ട് പോലും സഹിക്കാനാവാത്ത ചൂട്. മറ്റു കലാപരിപാടികളിലേക്ക് പോകും മുമ്പ് ഒരു ഇളനീർ കുടിച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഇളനീർ കുടിച്ച് വയറ് തണുപ്പിച്ചതിന് ശേഷം എൻ്റെ മുന്നിലേക്ക് പൊട്ടറ്റോ ഫ്രൈ വന്നു, മുളകിട്ട മാംഗോ വന്നു, പോപ്കോൺ വന്നു, ഒരു പ്രത്യേക തരം സ്വീറ്റ് വന്നു. ഫുഡ് കണ്ട നമുക്ക് ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കഴിക്കുന്നതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുന്ന കാര്യം ഞാൻ അങ്ങ് മറന്നുപോയി. അപ്പോൾ അതാണ് ഷീസ് റെസ്റ്റ് ഏരിയയിലെ വിശേഷം. അതിനുശേഷം ഒന്ന് ഫേമസ് ആയ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്, പൊതി കിച്ചൺ. പേര് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടുത്തെ പ്രധാന വിഭവങ്ങൾ പൊതിയിലാണ്, അതായത് പൊതി ബിരിയാണി എല്ലാമാണ് ഇവിടുത്തെ ഫേമസ്. ഒരു പൊതി ബിരിയാണിയും ഒരു പൊതിച്ചോറുമാണ് ഞങ്ങൾ കഴിച്ചത്. വീഡിയോയിൽ കാണുമ്പോൾ തന്നെ ഇതിൻ്റെ രുചി ഏതാണ്ട് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഉച്ചഭക്ഷണം കൂടി കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇനിയുള്ള യാത്ര അസാധ്യം തന്നെ. അതുകൊണ്ട് ഇനി തിരിച്ച് വീട്ടിലേക്ക്.